പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യോഹന്നാന്റെ സുവിശേഷത്തിലെ 2-ാം അധ്യായത്തിൽ ഈശോ പ്രവർത്തിക്കുന്ന ആദ്യത്തെ അത്ഭുതം നടക്കുക കാനായിലെ കല്യാണ വിരുന്നിലാണ്. ഈ ഒരു അധ്യായത്തിൽ പരിശുദ്ധ അമ്മ ഒരേ ഒരു കാര്യം മാത്രമാണ് ഈശോയോട് ആവശ്യപ്പെടുന്നത്: അവർക്ക് വീഞ്ഞില്ല. അമ്മ വേറെ ഒന്നും സംസാരിക്കുന്നതായി ഈ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നില്ല. ആ കുടുംബത്തിൻ്റെ ഇല്ലായ്മയെ അവർ പറയാതെ തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ട് അത് ഈശോയുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്ന പരിശുദ്ധ അമ്മ. മനുഷ്യരായ പലരും മറ്റുള്ളവരുടെ കുറവുകളെ പെരുപ്പിച്ചു കാട്ടുവാൻ ശ്രമിക്കുമ്പോൾ പരിശുദ്ധ അമ്മയാകട്ടെ മറ്റുള്ളവരിലെ ഇല്ലായ്മയെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയാണ്. ഇന്ന് നമ്മുടെ ജീവിതത്തിലെയും ഇല്ലായ്മകളെ ഈശോയുടെ കൈകളിലേക്ക് പരിശുദ്ധ അമ്മ വഴി നമുക്ക് കൈമാറാം. വിശുദ്ധ ബെർണാഡ് പറയുന്നത് പോലെ, പരിശുദ്ധ അമ്മ നമ്മളെ താങ്ങുമ്പോൾ നമ്മൾ ഭയപ്പെടേണ്ടതില്ല. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മാധ്യസ്ഥം നമ്മുടെ കുടുംബങ്ങളിലും വ്യക്തി ജീവിതങ്ങളിലും നിറയപ്പെടട്ടെ. അമ്മയുടെ ജീവിതത്തിൽ ഈശോ മഹത്വപ്പെട്ടതുപോലെ നമ്മുടെയും കുടുംബങ്ങളിലും ജീവിതങ്ങളിലും ഈശോയുടെ നാമം മഹത്വപ്പെടട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.